എൻ്റെ ബ്രദറിൻ്റെ കല്യാണം ഞങ്ങൾ ആഗ്രഹിച്ച സമയത്ത് നടക്കാതെ, അതായത് ഞങ്ങൾ കല്യാണം ആലോചിച്ച് തുടങ്ങി 2 വർഷമായിട്ടും കല്യാണങ്ങളൊന്നും നല്ല ഒരു ആലോചന പോലും വരുന്നില്ല. അവന് നല്ല ജോലിയുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്, കുഴപ്പമില്ലാത്ത ഫാമിലിയാണ്. പക്ഷേ ഉണ്ടായിരുന്ന ഏക പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ ഉണ്ടായ ഒരു ഇഷ്യൂ, ഞങ്ങളുടെ ഒരു ബിസിനസ് തകർച്ച ഭാഗമായിട്ട് ഉണ്ടായ കേസ്. ആ കേസും ആയിട്ടുള്ള ഒരു മാധ്യമങ്ങളിലൊക്കെ വന്ന നെഗറ്റീവായിട്ടുള്ള കുറേ ന്യൂസുകൾ കാരണം പല ആലോചനകളും മാറിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മാനസികമായിട്ട് ഈ ഒരു കാര്യം വളരെയധികം തളർത്തി. കാരണം എന്നെ കെട്ടിച്ചൊരു ഫാമിലിയിലുണ്ടായ ഇഷ്യൂ കാരണം എൻ്റെ സ്വന്തം സഹോദരൻ ഒരു കല്യാണം, ഒരു നല്ല ആലോചന പോലും വരാതിരിക്കുന്നത് എനിക്ക് മാനസികമായിട്ട് വളരെ എന്നെ തളർത്തിയ ഒരു കാര്യം. പക്ഷേ ഇവിടെ വന്ന് ഒരു ദിവസം വരിക എന്നുള്ള മാത്രം ഉദ്ദേശം വന്നത്. പ്ലാൻ ഇവിടെ ഉടമ്പടി എടുക്കണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ അറിയുന്നത്. അപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചു, ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു. രാവിലെയുള്ള പ്രാർത്ഥന, വൈകിട്ടുള്ള പ്രാർത്ഥന. അപ്പോൾ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുക സീതാ കല്യാണം എന്ന് പറഞ്ഞ സീരിയൽ. ഇവിടെയുള്ള പലരും എന്നെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് രാവിലെ തന്നെ ഷൂട്ടിന് പോകണം, വൈകിട്ട് ഞാൻ വരുമ്പോൾ തന്നെ 10 മണി കഴിയും. പിന്നെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുന്നു എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറ്റുന്ന പോലെ രാവിലെ എണീറ്റുള്ള പ്രാർത്ഥന മുടക്കില്ല, വൈകിട്ടുള്ള പ്രാർത്ഥന മുടക്കില്ല. വരും എപ്പോഴാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവിടെ ഷൂട്ട് ലേറ്റ് നൈറ്റ് ആണ്, 2 o'clock വരെ പോകും, ഞാൻ അവിടെ വെച്ച് എങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുന്ന കാര്യം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ഇവിടെ നിന്ന് ആരും പറഞ്ഞു കേട്ടു, നമ്മൾ കാര്യത്തിന് ആഗ്രഹിക്കുന്ന സമയോടെ വെച്ച് പ്രാർത്ഥിക്കുക, ഇന്ന സമയത്തിനകത്ത് എനിക്ക് ആ കാര്യം സാധിച്ചു തരണം എന്നിങ്ങനെ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കേട്ടിട്ടാണ് പോയത്. അപ്പോൾ ഞാനൊരു സമയം വെച്ചു, സെപ്റ്റംബറിനകത്ത് എനിക്ക് എൻ്റെ ആങ്ങളുടെ കല്യാണം നടക്കണം. വേറൊരു പ്രശ്നം നേരിട്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു, ക്യാൻസർ ആയിരുന്നു അമ്മയ്ക്ക്. അപ്പം ആ സമയത്ത് ഞാൻ ഇവിടെ ഉള്ളൊരു വിശ്വാസത്തിന്റെ ബലത്തിലായിരിക്കാം ഈ ഓപ്പറേഷൻ നടക്കുമ്പോൾ എൻ്റെ ബ്രദറിനെ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞാൻ കാർ ഓടിച്ച് ആ സമയത്ത് ഞാൻ കറിഞ്ഞുകൊണ്ട് വരുന്നത്. ഇവിടെ വന്നിട്ട് പൊട്ടിക്കറിയായിരുന്നു. ഇവിടെ നിന്ന് കണ്ണീരോട് പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ ഓപ്പറേഷൻ ഭംഗിയായിട്ട് നടത്തുന്നത്, വലിയ പ്രശ്നങ്ങളില്ലാതെ റിസൾട്ട് വരുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാത്ത സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനും. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഭംഗിയായിട്ട് നടന്ന് ഭംഗിയായിട്ട് ട്രീറ്റ്മെന്റ് നടന്നത് എല്ലാം കോവിഡ് സമയത്താണ്. എന്ന് പറഞ്ഞാൽ ഈ കോവിഡ് സമയത്താണ് ഒരു ആലോചന വരികയാണ് തൊട്ടടുത്ത് ഒരു 8 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ. പക്ഷേ നമ്മൾ അത്രയും നാളും ആലോചനകൾ നടത്തിയിട്ട് അങ്ങനെ ഒരു ആലോചന വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കുട്ടിയെ പോയി കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു, ബ്രദറിനും ഇഷ്ടപ്പെട്ടു. അത് ആ സെപ്റ്റംബറിനകത്ത് തന്നെ ഞങ്ങൾ കല്യാണം ഉറപ്പിക്കുകയാണ്, കല്യാണം നവംബറിൽ നടത്തുകയാണ്. വെച്ച് പ്രാർത്ഥിച്ച സമയത്തിനകത്ത് തന്നെ എനിക്ക് സാധിച്ചു കിട്ടി.